ജോർജിന് ജാമ്യം നിഷേധിച്ച് 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. PC ജോർജിനെ റിമാൻഡ് ചെയ്യുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് ഈരാറ്റുപേട്ട കോടതിക്ക് മുന്നിൽ നിന്ന്. സനോജ്, നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ ആ വിഷനാവിന് വിലങ്ങിടാൻ, ആ വിദ്വേഷനാവിന് ഓക്സിജൻ കൊടുക്കേണ്ടതില്ലെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു, നീതിന്യായ വ്യവസ്ഥ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? 14 ദിവസത്തേക്ക് ജയിലിലാവുകയാണ് PC ജോർജ്. തീർച്ചയായിട്ടും താനൊരു ഹൃദ്രോഗിയാണ്. ശ്വാസകോശത്തിൻ്റെ സംബന്ധമായിട്ടുള്ള രോഗത്തിന് ചികിത്സയിലുള്ളയാളാണ്. ഓക്സിജൻ സിലിണ്ടർ സഹായത്തോടു കൂടിയാണ് താൻ രാത്രി കഴിച്ചുകൂടുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വാദപ്രതിവാദത്തിനിടയിൽ ജോർജിൻ്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത്തരം കാര്യങ്ങളാണ്. സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്വേഷതാവിന് ഓക്സിജൻ കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകുന്നേരം 6 മണിക്ക് കസ്റ്റഡി സമയം പൂർത്തിയായാൽ സ്വാഭാവികമായും ജോർജ് പാലാ ജയിലിലേക്ക് പോവേണ്ടി വരുമെന്നുള്ള ഒരു സുപ്രധാന വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്നും നീതിപൂർവമായ നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ജോർജിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സനോജ്, അത് ഒരുപക്ഷെ നേരത്തെ തന്നെ കോടതി കരുതിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ 14 ദിവസത്തെ റിമാൻഡിനിടയിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം. കാരണം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും തെളിവുകൾ, മൊഴികൾ എന്തെങ്കിലും രേഖപ്പെടുത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇനി ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. പക്ഷേ കോടതി മുൻകൂട്ടി തന്നെ ഒരു 6 മണി വരെ സമയം കൊടുക്കുകയായിരുന്നു അല്ലേ പോലീസിനെ? സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് കസ്റ്റഡി അപേക്ഷ എന്നുള്ളത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ ശാസ്ത്രീയ പരിശോധനകളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അപ്പോൾ വാർത്തയൊക്കെ ശ്രദ്ധിച്ച് കേട്ടല്ലേ. ഒത്തിരി പ്രാവശ്യം പല വീഡിയോ ആയിട്ട് PC ജോർജിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ചെയ്ത് ജോസ് കെ മാണിയുടെ വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഇരുന്നപ്പോൾ ഇയാൾ പറഞ്ഞു വിട്ട ഒരു വൃത്തികെട്ട പദം ഉണ്ട്. ആ വാക്കിൻ്റെ പുറത്തുള്ള ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട് കോടതിയാണേലും ആ വിദ്വേഷ നാവിന് ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന്. ഒരു നല്ല വാചകം അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ കൈയടിക്കാൻ തോന്നി. അത്ര നല്ല വാചകം. അതാണ് ഏറ്റവും നല്ല യോജിക്കുന്ന ഒരു വാചകം. ഈ വിദ്വേഷ നാവെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇത്രയും വിഷം തുപ്പുന്ന ഒരു നാവ് സത്യത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു ക്യാൻസറൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ആ വീഡിയോയിൽ പറഞ്ഞു, കമൻറ്റിലും എല്ലാവരും പറഞ്ഞു, ഇങ്ങേരെ പിടിച്ച് ആ RCCയിലൊന്ന് കണ്ടു നിർത്തിയാൽ ഇങ്ങേരുടെ ഈ സകല അഹങ്കാരവും തീരും. ആ ഒരു ഇനിയിപ്പോൾ അവിടെ പോയി നിന്നില്ലെങ്കിലും മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്, സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഒരു ക്യാൻസർ വന്നാൽ ക്യാൻസറിൻ്റെ പേരിൽ ആൾക്കാർ അനുഭവിക്കുന്ന ആ ദുരിതമൊക്കെ എല്ലാവർക്കും അറിയാം, ഇയാൾക്കും അറിയാം. എന്നിട്ടും പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷം തുപ്പുകയാണ് ചെയ്യുന്നത്. യാതൊരു കാരുണ്യവും ഒരു ദയ ഒന്നും ഇയാളുടെ ഹൃദയത്തിലില്ല. ഇയാളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയെന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ നുണയായിരിക്കും. ഇപ്പോൾ ജയിലിൽ പോകുന്നതിന് വേണ്ടി വക്കീലന്മാരടിക്കുന്നതായിരിക്കും. കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഓക്സിജൻ്റെ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും ഈ പ്രാവശ്യം ഈ 35 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ പ്രാവശ്യം കോടതി ഈ പറയുന്ന ഉഡായിപ്പൊന്നും കേട്ടില്ല. രാഷ്ട്രീയക്കാരനാണെന്നോ ആരൊക്കെയോ ആണെന്നോ ഏതാണ്ടൊക്കെയോ ആണെന്ന് ഒക്കെയുള്ള വിചാരമൊന്നും കോടതിയിൽ ഏറ്റില്ല. കോടതി ഏതായാലും പിടികൂടിയിട്ടുണ്ട്. ബാക്കിയും കൂടെയൊക്കെ കേട്ടിടങ്ങും. വാർത്തയാണ് സൂപ്പർ. എനിക്ക് ഈ വാർത്തയാണ് ഈ പ്രാവശ്യം ഇഷ്ടപ്പെട്ടത്. 35 വർഷക്കാലം ഒരു MLA എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രശോഭിച്ചിരുന്ന ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോർജിന് പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ അർഹതയില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെയുള്ള പരാമർശങ്ങൾ മേൽക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കെ കീഴ്ക്കോടതിയിൽ ജാമ്യം അപേക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുമ്പോൾ പരിഗണിക്കപ്പെടാനുള്ള സാധ്യത വിദൂരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതെ, കറക്റ്റ് വാചകം. പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള യോഗ്യതയില്ല. സത്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ പൊതുശല്യമല്ലേ ഇയാൾ പൊതുരംഗത്ത് രാഷ്ട്രീയ സേവനം നടത്തി, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, ജനങ്ങളെ സേവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്നും പറഞ്ഞ് ഒരു കുപ്പായം എടുത്തിട്ട് നിന്നിട്ട് ഇയാൾ പൊതുശല്യമല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? എന്തോരം സ്ത്രീത്വത്തെ അവമാനിക്കുന്നതിന് കയ്യും കണക്കുമില്ല. പിന്നെ നന്ദികേടിൻ്റെ പര്യായം എന്ന് പറയാം. PC ജോർജ് നന്ദികേടിൻ്റെ പര്യായം. കേരളത്തിലെ ജനങ്ങൾ
അറിയുന്നതും ഇങ്ങേരൊരു MLA ആകുന്നതോ ഇങ്ങേരൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും ഇങ്ങനെ ഒരാളുണ്ടെന്നും ഒക്കെ അറിയുന്നത് ഇങ്ങേര് ഇലക്ഷനെ ഒന്ന് ജയിച്ച് കയറി വരുമ്പോഴല്ലേ, അല്ലേ ആ ഇട്ടായോളം വട്ടത്തിലല്ലേ അറിയുള്ളൂ. അവിടുന്ന് ഇങ്ങേര് MLA ഒക്കെ ആയിട്ട് പൊങ്ങി കഴിഞ്ഞ് പോകുന്നത് ആര് വോട്ട് കൊടുത്തിട്ടാണ്? മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇങ്ങേര് ഇതൊക്കെ ആയത്. പിന്നെ അങ്ങേര് കേരള കോൺഗ്രസ്സൊക്കെ പോയെന്ന് തോന്നുന്നു, പിന്നെ ഇപ്പോൾ BJP ഒക്കെ കളിക്കുന്നു. പക്ഷേ ആ വന്ന വഴി മറന്ന് വന്ന് കയറി ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ച ആ ഏണി ചവിട്ടി താഴെ ഇടുക മാത്രമല്ല ചെയ്ത്, പിന്നെ അങ്ങോട്ട് കയറി ഇരുന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങോട്ട് തീവ്രവാദികളായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ PC ജോർജിന് വോട്ടൊന്നും മേടിക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല. വോട്ടൊക്കെ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ PC ജോർജിന് ഇവർ വളരെ തീവ്രവാദിയാണ്, ഇവർ പാകിസ്ഥാനിലേക്ക് പോടേ എന്ന് പറഞ്ഞ ചാനൽ ചർച്ച പറഞ്ഞു. അത് ലാസ്റ്റ് വാചായിരുന്നു, ലാസ്റ്റത്തെ കളിയായിരുന്നു ആ കളിയോടുകൂടി യൂത്ത് ലീഗ് കൊണ്ട് കേസ് കൊടുത്തു. ആ കേസ് അവർ ആരൊക്കെ ചർച്ച ചെയ്തിട്ട് അവരത് പിൻവലിക്കാൻ തയ്യാറായില്ല. ആ ഒരു ഒറ്റക്കെട്ടായിട്ടൊന്നും പിൻവലിക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കളിക്കുന്ന മുഴുവൻ. ആ അവസാനം അതിരുന്ന് അങ്ങോട്ട് ചിരിച്ചർമാദിച്ച് ക്രിക്കറ്റ് കളിക്കുമ്പോൾ കൈയടിക്കും എന്നുള്ള വാചകവും വർഗീയവാദികളാണ് മുസ്ലിങ്ങൾ ഇവിടെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആവേശമായിട്ട് കയ്യടി കിട്ടുന്ന കുറേ വാചകങ്ങൾ അങ്ങ് വിഷം തുപ്പുന്ന പോലെ തുപ്പി. നമ്മളിപ്പോൾ ഈ കോടതി എന്ന് പറഞ്ഞു, കോടതിയാണ് സംഭവം ശരിയാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ജഡ്ജിയും ഒരു മനുഷ്യനല്ലേ? ഞാനത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങേരും ഈ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യും. കാരണം എന്താണെന്നറിയാം, അപ്ഡേറ്റൊക്കെ അറിയണ്ടേ, വരുന്ന മാറ്റങ്ങളൊക്കെ അറിയണ്ടേ, സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യും. തീർച്ചയായിട്ടും ആ ചാനൽ ചർച്ചയിലൊക്കെ പോയിരുന്ന ഈ വിഷം തുപ്പിയതൊക്കെ അങ്ങേരും കേട്ടിട്ടുണ്ടാകും, കേൾക്കാതൊന്നും ഇരിക്കുകയില്ല. അപ്പോൾ ഇങ്ങേര് ഇത്രയും കാലം PC ജോർജ് 35 വർഷത്തെ രാഷ്ട്രീയ സേവനമല്ല ഉപദ്രവം, ആ ഉപദ്രവം കൊണ്ട് ആരെയൊക്കെ ഉപദ്രവിച്ചെന്ന് കേൾക്കാവേ. സാമുദായികപരമായ നേതാക്കന്മാർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമങ്ങൾ, ജാതീയപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ, ദളിത് വിഭാഗത്തിൽ നടത്തിയ പരാമർശങ്ങൾ, ഈഴവർക്ക് നേരെ നടത്തിയ പരാമർശങ്ങൾ, കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷനായിരുന്ന മാത്യു വറക്കലിന് നേരെ നടത്തിയ പരാമർശങ്ങൾ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം വർഗീയവാദികളെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ നിരന്തരമായി നടത്തുന്ന പരാമർശങ്ങൾ, ഒടുവിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നും തീവ്രവാദികളാണ് എന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ കേസ് പരിഗണിച്ച വേളയിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവാഹമില്ലാതെ ജോർജിന് നിവൃത്തിയില്ലാതെ ഒടുവിൽ കീഴടങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഈ തരത്തിൽ താൻ സ്വമേധയാ വന്ന് കീഴടങ്ങിക്കൊള്ളാമെന്നുള്ള ഒരു അപേക്ഷ ജോർജ് പോലീസിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 മണിയോടുകൂടി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുകയായിരുന്നു. ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായ വേളയിലാണ് ജോർജിനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 4 മണിക്കൂറിലേറെ സമയം ജോർജിനെ കസ്റ്റഡിയിൽ വിടാനുള്ള പോലീസിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് വീണ്ടും കോടതിയിൽ ജോർജിനെ ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലാണ്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ജോർജിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മണി വരെയാണ് കസ്റ്റഡി സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനുശേഷം വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയതിനു ശേഷം ജോർജിനെ കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും വിലങ്ങ് വെച്ച് ജോർജ് വീണ്ടും ജയിലഴിക്കുള്ളിലാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സിജു, ഇങ്ങനെ അറസ്റ്റ് ചെയ്തോ അകത്തിട്ടോ ഉണ്ടോ ഇതുകൊണ്ടൊന്നും ഒരു മാറ്റവും വരില്ല കേട്ടോ. ആ വിദ്വേഷ നാവിന് ചങ്ങലയിടാൻ കോടതിക്കൊന്നും പറ്റിയില്ല. ഇറങ്ങിക്കഴിയുമ്പോൾ പുള്ളി ഇപ്പം പറഞ്ഞതിൻ്റെ 10 ഇരട്ടി പറഞ്ഞ് ഉപദ്രവിക്കും. അപ്പോഴും ഇതേപോലെ തന്നെ ഒരു തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു എതിരാളി PC ജോർജിനാണേലും മുന്നിൽ വന്ന് നിന്ന PC ജോർജ് ആണേലും ഒരു രക്ഷയില്ല അവർ. ഇപ്പം അതാണല്ലോ സംഭവിച്ചത്. വായി തോന്നിയൊക്കെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള ധാർഷ്ട്യത്തോടെ ഇരുന്നല്ലേ. ഇപ്പം ചോദിക്കാൻ ആളുണ്ടായതാണല്ലോ കയ്യിൽ വിലങ്ങ് വീഴാൻ കാരണം. അപ്പം പിന്നെ ഇപ്പം മാധ്യമങ്ങൾ എന്താണ് കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ പിടിച്ചില്ല പുള്ളി കേട്ടോ. പുള്ളി ആ മൈക്ക് മാധ്യമങ്ങളുടെ മൈക്ക് പിടിച്ച് തള്ളി അങ്ങോട്ട് എറിയുന്നുണ്ട്. വണ്ടി ഇയാളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഇയാളൊക്കെ ഏതോ പവറിൻ്റെ കിങ്, അതിൻ്റെയൊക്കെ അവസാനമാക്ക്
വേറെ പാർട്ടിക്കാർ ഇപ്പം നിൽക്കുന്ന പാർട്ടിക്കാരെല്ലാം കൂടെ വന്നങ്ങ് രക്ഷിക്കും, എന്തോ ഇങ്ങനെ കൊണ്ട് നടക്കും ഉള്ളംകൈയിൽ വെച്ച്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലെയൊക്കെ സംഭവിച്ചത്. അപ്പോഴാണ് മാധ്യമങ്ങൾ ചെയ്യുന്നിട്ട് സാറേ കുറ്റബോധമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ഔചിത്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. കലി വരാതിരിക്കണം അല്ലേ, തള്ളെ കലിപ്പ് തീരുന്നില്ലെന്ന് പറയുന്ന പോലെ അങ്ങേരുടെ പെരുമാറ്റം മൈക്കെടുത്ത് എറിയാനേ അങ്ങേർക്ക് സാധിച്ചുള്ളൂ. പറ്റിയ 2 എണ്ണം കൊടുക്കണമെന്നുള്ള കലിപ്പ്, അത്രയും കലിപ്പുണ്ട്. കാരണം ഇതൊരു പരാജയമല്ലേ. ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവരൊക്കെ ഈ കൊമ്പത്തിരിക്കുന്നവരല്ലേ, ഈ കൊമ്പത്തിരുന്നിട്ട് നിരന്തരം വിഷം തുപ്പി മറ്റുള്ളവരെ വേദനിപ്പിച്ച്, ആരെയൊക്കെ വേദനിപ്പിക്കാവോ ആരെയെല്ലാം വേദനിപ്പിക്കും, അങ്ങനെ എല്ലാം വേദനിപ്പിച്ച് അതിൽ നിന്നൊരു രസവും കണ്ടെത്തി സാഡിസമായിട്ട് 2 വാചകം മതി. ചിലരൊക്കെ കൈയടിക്കാനുണ്ടാവുമല്ലോ, ഈ പറയുന്നതിന് കുറച്ച് പേരെങ്കിലും കൈയടിക്കാൻ കാണും. അങ്ങനെയുണ്ട്, ഏത് കാര്യത്തിന് അമ്മയെ തല്ലിയാലും 2 വശം ഉണ്ടെന്ന് പറഞ്ഞാൽ കൈയടിക്കാനും ആൾക്കാർ കാണും. അത് കേൾക്കുന്ന ഒരു ആവേശം മൂത്ത് ഇങ്ങനെ ഒരു പരാജയം തീരെ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഇടയ്ക്കാണ് മാധ്യമങ്ങൾ വന്നിട്ട് സാറേ കുറ്റബോധമുണ്ടോ എന്നൊക്കെ ചെയ്യുന്നത്. അടി കിട്ടാഞ്ഞത് ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.